എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന പാഠവും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മുടെ പാഠഭാഗവും പറയുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം മതി എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 19:33 എന്നുള്ള ഈ ഒരു ടൈമിലേക്ക് സ്കിപ്പ് ചെയ്താൽ മതി. നാച്ചേഴ്സ് പ്ലാന്റി. ആദ്യം തന്നെ ലുക്ക് ഡീപ്പ് ഇൻ ടു നാച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കുക, എങ്കിൽ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവുമെന്നുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹിയർ എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. നാച്ചേഴ്സ് ഡോട്ടർ. Jagan living close to nature is living life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considered it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of the Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. സൂര്യമണി എന്ന് പറയുന്നത് ഒരു പ്രകൃതിയായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നാച്ചറിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കോളേജിന്റെ ടൈമിൽ സേവ് ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റിൽ കുട്ടികളുടെ കൂടെ നാച്ചുർ വാക്കിങ്ങിന് പോയിട്ട് നമ്മുടെ സർവൈവലും നമ്മൾ ജീവിക്കുന്നതും അവർ ജീവിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു കൊടുത്തിരുന്നു. ഇനി അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദിസ് ന്യൂസ് ഐറ്റം അബൌട്ട്? ഈ ന്യൂസ് എന്തിനെ പറ്റിയാണ്? ദിസ് ന്യൂസ് ഈസ് അബൌട്ട് എ ട്രൈബൽ നാച്ചർ ആക്ടിവിസ്റ്റ് നെയിംസ് ആസ് സൂര്യമണി. Then Suryamani works hard to save the forest. Have you ever made any attempt to save nature? നാച്ചുറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? യെസ്, ഉണ്ടായിട്ടുണ്ടാകും. Then our survival is linked with the survival of the forest. Do you agree? Discuss with your friend. നമ്മൾ ജീവിക്കുന്നതും അവർ ജീവിക്കുന്നതും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ യെസ്, ഐ അഗ്രി, ഞങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ട്. ഇഫ് ട്രീസ് ഡസൻറ്റ് എക്സിസ്റ്റ് ദർ വിൽ ബി നോ വാട്ടർ, ഫുഡ്, ഷെൽട്ടർ എക്സെട്ര ഫോർ us. ട്രീസ് അവിടെ ഇല്ലെങ്കിൽ എന്തുണ്ടാവത്തില്ല? വെള്ളം ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവില്ല, ഷെൽട്ടർ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊരു നാച്ചു വാക്കിന് നിങ്ങളുടെ ടീച്ചറിന്റെ കൂടെ പോവുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഈ ഒരു കോളംസിൽ അത് ലിസ്റ്റ് ചെയ്യാനും ടീച്ചറിന്റെ ഹെൽപ്പൊക്കെ അന്വേഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ എന്തൊക്കെയാ കാണുക? ബിഗ് ട്രീസ്, ലീവ്സ് ദാറ്റ് ഫെൽ, ആനിമൽസ്, ഫ്രൂട്ട്സ്, റിവർ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണും. ഇത് നമ്മൾ എന്ത് കേൾക്കും? ദ ചീപ്പിംഗ് ഓഫ് ബേർഡ്സ്, റസ്ലിംഗ് ഓഫ് ലീവ്സ്, സൗണ്ട് ഓഫ് ആനിമൽസ്, ഫ്ലോവിംഗ് വാട്ടർ സൗണ്ട്, ഫാളിംഗ് സൗണ്ട് ഓഫ് ഫ്രൂട്ട്സ്. ദെൻ നമുക്ക് എന്തൊക്കെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും? The fragrance of flowers, the aroma of air, fouling smell of fruits, ripened fruit smell, smell of pine needles. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സെൻസ് ചെയ്യുന്നതും വെച്ചിട്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. As we walk along the winding trail, the forest around us comes alive with a lot of sounds and sights. The rustling of leaves underfoot, the chirping of birds sitting on the branches above us, and the occasional scurrying of small animals in the underbrush all mingle together in a harmonious melody. The air is cool and fresh, carrying with it the fragrant aroma of damp earth and pine needles. The trees tower above as their branches reaching toward the sky and casting dappled shadows on the forest floor. Shafts of sunlight filter through the canopy, illuminating the vibrant greenery and giving the whole forest a magical ethereal quality. As we continue our walk, it's impossible not to be swept up in the peaceful tranquility of the natural world around us. ഇത് ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. കൂട്ടുകാർക്കായി ചെറുതാക്കി എഴുതാവുന്നതാണ്. ഹൗ ഫാർ ഇസ് ദ റിവർ? റസ്കിൻ ബോൺ. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. ഒരു ആൺകുട്ടിക്കും റിവറിനും ഇടയിൽ ഒരു മൗണ്ടെയിൻ നിന്നിരുന്നു. ബോയ് യങ്ങായിരുന്നു, റിവർ ചെറുതായിരുന്നു, എന്നാൽ മൗണ്ടെയിൻ വലുതായിരുന്നു. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. ആ കട്ടി പിടിച്ച അതല്ലെങ്കിൽ വീതിയുള്ള മല, ആ ഒരു
നദിയെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ ബോയ്ക്ക് അറിയാമായിരുന്നു ആ ഒരു നദി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അവൻ ഒരിക്കലും അവന്റെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടില്ല. പക്ഷേ അവിടെയുള്ള ആളുകളിൽ നിന്ന് അവനത് കേട്ടിട്ടുണ്ട്. അതിലുള്ള വെള്ളത്തെ പറ്റിയും അതിലുള്ള മീനിനെ പറ്റിയും അതിലുള്ള കല്ലിനെ പറ്റിയൊക്കെ. അവൻ ആ വെള്ളം തൊടണമെന്നും നേരിട്ട് തന്നെ അത് അറിയണമെന്നും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a steady boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford his, but because he liked the feel of warm stones and cool grass. മലക്ക് എതിരായിട്ടുള്ള കുന്നിന്റെ മുകളിലുള്ള അവന്റെ വീടിന്റെ മുന്നിൽ അവൻ നിന്നു. എന്നിട്ട് തായ്വാരയിലൂടെ നോക്കി ആ ഒരു നദിയെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അവൻ ഏകദേശം 12 വയസ്സുള്ള കരുത്തുറ്റ വൃത്തീനമായിട്ടുള്ള നല്ല കറുത്ത മുടിയുള്ള തിളങ്ങുന്ന കറുത്ത കണ്ണുകളുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അവന്റെ ഫ്യൂച്ചേഴ്സിൽ വിട്ട് തന്നെയാണ് ക്ലിയർ ബ്രൗൺ സ്കിൻ. അവന്റെ കൈയും കാലും ഒക്കെ ഭയങ്കര റഫായിട്ടും സ്ക്രാച്ച് ആയിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു. അവൻ ബെയർ ഫ്രൂട്ടഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് കാലിൽ ചെരുപ്പില്ലാത്തവനായിരുന്നു. അവന് ഷൂസ് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല, അവന് ആ സ്റ്റോണിന്റെയും നല്ല കൂള് ഗ്രാസിന്റെയും ആ ഫീല് ഇഷ്ടമായതുകൊണ്ടാണ്. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits here. അത് 11 മണിയായിരുന്നു. അവൻക്കറിയായിരുന്നു അവന്റെ പാരന്റ്സ് വൈകുന്നേരമാകുന്നത് വരെ വീട്ടിലെത്തൂല എന്നുള്ള കാര്യം. ഒരു ലോട്ട് ഓഫ് ബ്രെഡ്സ്, ഒരു ബ്രെഡ് ഉണ്ട് അവൻക്ക് അവന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന, വയല് കൊണ്ടുപോകാൻ പറ്റുന്ന. പിന്നെ അവൻക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫ്രൂട്ടും അവിടുന്ന് കണ്ടെത്താനായിട്ട് പറ്റും. Here was the opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. If he came home before the dark, before they returned, they wouldn't know where he would be. ഇതാണ് അവനുണ്ടായിരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് അവന് മനസ്സിലാക്കാണ്. അവന്റെ അച്ഛനും അമ്മയും കുടുംബക്കാരെ കാണാൻ പോയിട്ടുണ്ട്. അതും ഒരു ദിവസം ഫുള്ളായിട്ട്. അവനെ ഒറ്റക്കിട്ടിട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ ഈ വീടിന് മുമ്പ് അവരെത്തുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ അവർക്കറിയില്ല അവൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യം. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. അവൻ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഒരു ന്യൂസ് പേപ്പറിൽ പോതിന് ആ വാതിലും ജനങ്ങളും എല്ലാം അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, mule drivers, but there were no villages beyond the mountain or near the river. ആ വഴി എന്ന് പറയുന്നത് തായ്വാരയിലേക്കായിരുന്നു. അതിനുശേഷമാണ് ആ ബിഗ് മൗണ്ടെയിനിലേക്ക് പോകാൻ പറ്റുക. അത് വില്ലേജേഴ്സോ വുഡ് കട്ടേഴ്സോ അതല്ലെങ്കിൽ പാൽക്കാരോ മ്യൂൾ ഡൈവേഴ്സോ ഒക്കെയാണ് യൂസ് ചെയ്യുക. ഈ മൗണ്ടെയിനപ്പുറത്ത് ഒരു വില്ലേജറും ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ ആ നദിക്ക് എടുത്തായിട്ടോ ഒരു വില്ലേജറും ഉണ്ടായിരുന്നില്ല. The boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and weathered face and muscles that stood out in hard, ugly lumps. 7 miles, he said, which was fairly accurate. Why do you want to know? I'm going to the river, said the boy. Alone? ആ ബോയ് ഒരു മരവെട്ടുകാരനെ കാണുകയും അവനോട് ചോദിച്ചു, ഈ റിവർ എത്ര ദൂരമാണ് ഇവിടെ നിന്ന്. ആ വുഡ്കട്ടർ എന്ന് പറയുന്നത് ചെറിയതും പവർഫുൾ ആയിട്ടുള്ള മാൻ ആയിരുന്നു. ഭയങ്കര ചുരുങ്ങിയ ഒരു വാടി മസിലെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വൃത്തികെട്ട കുറെ മുയകളെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. 7 മൈൽ ദൂരം എന്ന് അദ്ദേഹം പറഞ്ഞു. ഏകദേശം കൃത്യതയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് നിനക്ക് എന്തിനറിയണ്ടേന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ആ റിവറിലേക്ക് പോയാ. ബോയ് പറഞ്ഞു, ഒറ്റയ്ക്കോ? Of course, but it is too far. It will take you 3 hours to reach there and then you have to come back. It will be getting dark. Besides, it's not an easy road. അതെ, പക്ഷെ അത് നല്ല ദൂരത്താണ്. നിനക്ക് 3 hours എടുക്കും അവിടെ എത്താൻ. പിന്നെ നിനക്ക് ഇങ്ങോട്ട് തിരിച്ചും വരണം. അപ്പോൾ അതും ഇരുട്ടാകും.
അത് അത്ര ഈസി ആയിട്ടുള്ള റോഡൊന്നുമല്ല. But I'm a good walker, said the boy, though he had never walked further than the mile from his house to school. ഞാനൊരു നല്ല നടത്തുകാരനാണ്, കുട്ടി പറഞ്ഞു. അവന്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള മൈലിനേക്കാളും കൂടുതൽ നടന്നിട്ടില്ലെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞു. The path was steep and the boy had to run most of the time. It was a dizzy, winding path and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. പാത കുത്തനെയുള്ളതായിരുന്നു. ആൺകുട്ടിക്ക് ഓടേണ്ടി വന്നു. മിക്കപ്പോഴും തല കറങ്ങുന്ന വളഞ്ഞു പുളഞ്ഞ പാതയായിരുന്നു അത്. ഒന്നോ രണ്ടോ തവണ അവൻ വഴുതി വീണു. കുന്നു മൂടിയിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ഫേണുകൾ, മരങ്ങൾ, വള്ളിച്ചെടികൾ മുറിവേറ്റിരുന്നു. ഒരു വലിയ കാട്ടുഡാലിയ പൊടുന്നനെ സ്വർണ്ണ നിറത്തിൽ വളർന്ന ഇലകളിൽ നിന്നു മെല്ലെ തലപൊക്കി. Soon the boy was in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. അവൻ ആ തായ്വാരയിൽ എത്തിയ ഉടനെ തന്നെ ആ ഒരു വഴി നേരെയുള്ളതായി. ആ വഴിയിൽ വെച്ചപ്പോ അവന് എതിർവശത്ത് നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. She held a long curved knife with which he had been cutting grass. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. അവളുടെ കയ്യിൽ ഒരു വളഞ്ഞ കത്തി ഉണ്ടായിരുന്നു. ഗ്രാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവളുടെ കയ്യിലുള്ള വള, അത് അവളുടെ കൈ അനക്കുമ്പോൾ ഓരോരോ രാഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അത് അവളുടെ കൈ സംസാരിച്ചിരുന്ന പോലെയായിരുന്നു. ഹൗ ഫാർ ഈസ് ടു ദ റിവർ ആസ്ക്ഡ് ദ ബോയ്. നദിയിലേക്ക് എത്ര ദൂരമുണ്ട്, കുട്ടി ചോദിച്ചു. The girl had obviously never been to the river, or she may have been thinking of another one, because he said 20 miles without any hesitation. ആ കുട്ടി ഒന്നെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടാവത്തില്ല, അതല്ലെങ്കിൽ അവൾ വേറെ ഏതെങ്കിലും ആലോചിച്ചുകൊണ്ടായിരിക്കാം. അവൾ പറഞ്ഞു 20 മൈൽ ദൂരമെന്ന്, ഒരു എതിർപ്പില്ലാണ്ട്. The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green. The bird disappeared amongst the trees. Boy ചിരിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് ഓടി. ഒരു തത്ത പെട്ടെന്ന് വന്നു. അവന്റെ തലയിന്റെ മുകളിലൂടെ ഓടി. ഒരു റെഡും ഗ്രീനും നിറമൊക്കെ വന്നുപോയ പോലെ. ആ പക്ഷി പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ അപ്രതീക്ഷമായി. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty part became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for an hour. കുന്നിന്റെ സൈഡ് ഭാഗത്തു നിന്നായിട്ട് ഒരു ആഴ വെള്ളം വന്നു. അങ്ങനെ ആ ഒരു ആൺകുട്ടി ആ വെള്ളം കുടിക്കാനായിട്ട് അവിടെ നിൽക്കുന്നു. ആ വെള്ളം ഭയങ്കര തണുപ്പും ചാർപ്പും ഭയങ്കര റിഫ്രഷിങ്ങും ആയിരുന്നു. അവന് അത് കൂടുതൽ ദാഹിപ്പിക്കുന്നതായിട്ട് അവനക്ക് ഫീൽ ചെയ്തു. കുന്നിന്റെ സൈഡിലായിട്ട് സൂര്യന്റെ ചൂട് നല്ല രീതിയിൽ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ വായി ഒന്നും കൂടെ ചൂടായിട്ട് വന്നു. അവന്റെ കാലില് ആ ഒരു അവിടെയുള്ള കല്ലുകളെല്ലാം ഉരക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറപ്പായിരുന്നു അവൻ പകുതി വഴി വരെയെങ്കിലും പോയിട്ടുണ്ടാവുന്നു. കാരണം അവൻ 1 മണിക്കൂറിൽ കൂടുതലായിട്ട് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നു. Presently he saw another boy ahead of him, driving a few goats down the path. How far is the river? He asked. The village boy smiled in a friendly way and said, Oh, not far, just round the next hill and straight down. ഇപ്പൊ അവനൊരു വേറെ ആൺകുട്ടിയെ കണ്ടു. കുറച്ച് ആടുകളെ ആ വയലിൽ വെച്ച് മേയുന്നുണ്ടായിരുന്നു. ആ നദിയിലേക്ക് എത്ര ദൂരമുണ്ട്? ആ ഒരു കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതത്ര ദൂരമൊന്നുമില്ല, അടുത്ത കുന്നിന്റെ അപ്പുറത്തായിരിക്കും. The boy, feeling hungry, unwrapped his loaf of bread and broke it in half, offering one portion to the village boy. They sat on the hillside and ate in silence. ആൺകുട്ടിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ അപ്പം മെല്ലെ പൊതി അയച്ചു. അതിന് 2 പീസാക്കി മുറിച്ച് ഒരു ഭാഗം ആരോ മറ്റേ ആൺകുട്ടിക്ക് കൊടുത്തു. അവർ ആ ഹിൽ സൈഡിൽ ഇരുന്നു മിണ്ടാതിരുന്നത് കഴിച്ചു. When they had finished, they walked
on together and began tacking and tacking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover, but after some time his companion had to diverge along another path, and the boy was once more on his own. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം അവർ ഒരുമിച്ച് നടന്നു. അവർ പിന്നെയും സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ കുട്ടി നോക്കിയില്ല അവന്റെ കാലിന്റെ കരുത്തും സൂര്യന്റെ ചൂടും അവൻ എത്രത്തോളം കവർ ചെയ്തെന്നും ഇനി എത്രത്തോളം കവർ ചെയ്യാനുണ്ടെന്നും ഒന്നും അവൻ ചെക്ക് ചെയ്തില്ല. അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം അവന്റെ ആ ഒരു കൂട്ടുകാരന് വേറെ വഴിയിലേക്ക് പോവേണ്ടി വന്നു. അങ്ങനെ പിന്നെയും ആ കുട്ടി ഒറ്റക്കായിട്ട് മാറി. He missed the village boy he couldn't be seen. His own home was also hidden from the view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. അവൻ ആ വില്ലേജ് ബോയിയെ മിസ് ചെയ്തു. അവനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അവന്റെ സ്വന്തം വീടും ആ ഒരു മൗണ്ടൈന്റെ സൈഡ് ഭാഗം ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നദിയും അവന്റെ മുന്നിലുണ്ടായിരുന്നില്ല. അവന് തളർച്ച തോന്നി തുടങ്ങി. അവൻ ആ ഭക്ഷണം നേരത്തെ കഴിച്ച് ഫുള്ളാക്കിയതിന്റെ പേരിൽ അവനോട് തന്നെ എന്തൊക്കെയോ തോന്നി തുടങ്ങി. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. പക്ഷേ അവൻ ആ നദി കാണാൻ തീരുമാനിച്ചിരുന്നു. He walked on along the hot, dusty, stony path, past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. അങ്ങനെ അവൻ ആ നദി കാണാൻ തീരുമാനിച്ചു. അവൻ ആ ചൂടുള്ള കല്ലൊക്കെയുള്ള ആ ഒരു ടെറേസ്ഡ് ആയിട്ടുള്ള ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കാണ്. ഇനി അവിടെ വയലുകളില്ല, വീടുകളില്ല, കാടും സൂര്യനും അവന്റെ ഒറ്റയ്ക്കുള്ള ആ നടത്തവും മാത്രം. ഒരു മനുഷ്യനില്ല, ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളം അവിടെയില്ല. മരങ്ങളും കല്ലുകളും ഫ്ലവേഴ്സും ഒരു നിശബ്ദതയും മാത്രമേ അവന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. Then as the boy rounded a sharp bend, the silence broke into sound. അവിടെ ഒരു നിശബ്ദത ഉണ്ടായിരുന്നല്ലോ, പക്ഷേ അതൊരു ഇംപ്രസീവ് ആയിരുന്നു. പക്ഷെ കുറച്ച് പേടിക്കുന്നതായിരുന്നു. അവന്റെ റൂമിലെയോ അതല്ലെങ്കിൽ സ്ട്രീറ്റിലെയോ ഒക്കെ സൈലൻസിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിരുന്നു. ഒരു നിശബ്ദത, അറിയാത്ത നിശബ്ദത, ദൈവത്തിന്റെ നിശബ്ദത. പിന്നെ അവനെ ഒന്നും കൂടെ നടന്നപ്പോ ആ ഒരു സൈലൻസ് മെല്ലെ ഒരു സൗണ്ടിലേക്ക് മാറി. എ സഡൻ റോറിംഗ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. Far down in the valley, the river trembled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. പെട്ടെന്നായിരുന്നു ഒരു അലർച്ച കേട്ടത്, ആ ഒരു നദിയുടെ അലർച്ച. ആ ഒരു താഴ്വാരയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു നദി, ഒരു പാറക്കല്ലുകളുടെ മോതിലൂടെ ഒഴുകുന്ന ഒരു നദി. ആ ബോയ് പെട്ടെന്ന് തന്നെ ഭയങ്കര സന്തോഷത്തിലായി. അവൻ ഓടാൻ തുടങ്ങി. അവന് വീഴാൻ നോക്കി, താഴാൻ നോക്കി, പക്ഷെ അവന് നിന്നിട്ട് ഓടി. അവന്റെ നിര്യാണിന്റെ ഭാഗം വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ നല്ല തണുത്ത വെള്ളമായിരുന്നു. ആ വെള്ളം നീല കളറും വെള്ള കളറും ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റോറി കഴിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഈ സ്റ്റോറി എഴുതിയ റൈറ്ററിന്റെ പേരാണ് റസ്കിൻ ബോണ്ട്. 1934 ജനിച്ചത്. ഇന്ത്യൻ റൈറ്ററാണ്, ഇംഗ്ലീഷിൽ എഴുതുന്നവരാണ്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ് ആൻഡ് ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. കുട്ടികൾക്കുള്ള കഥകളായിട്ടായിരുന്നു അവർ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് നോവൽസ് ടു ഹിസ് ക്രെഡിറ്റ്. 500-ലധികം ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. What prevented the boy from seeing the river? നദി കാണാതിരിക്കാൻ കുട്ടിയെ തടഞ്ഞത് എന്ത്? The thickly forested mountain hid the river. What did the boy hear about the river from the villagers? നാട്ടുകാരടുത്തുനിന്ന് കുട്ടി ആ നദിയെ പറ്റി എന്താണ് കേട്ടത്? Of the fish in its water and of its rocks.
Why did the boy like to walk barefoot? എന്തുകൊണ്ടാണ് കുട്ടിക്ക് കാലിൽ ചെരുപ്പില്ലാണ്ട് നടക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത്? Because he liked the feel of warm stone and cool grass. How did the boy get a chance to see the river? എങ്ങനെയാണ് കുട്ടിക്ക് ഒരു അവസരം കിട്ടിയത്? His mother and father had gone to visit relatives, so he decided to go to the river. Did the woodcutter encourage the boy to go to the river? ആ ഒരു മരവെട്ടുകാരൻ കുട്ടിയെ നദിയിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചോന്നാ ചോദിച്ചേക്കുന്നത്. ഇല്ലല്ലോ. അപ്പോൾ no, he didn't. Was the boy a good walker? Pick out the sentence that justify your answer. No, he had never walked further than a mile from his house to his school. The hands spoke a language of their own. What does the expression mean? ആ കൈ അതിന്റെ സ്വന്തമായിട്ടൊരു ഭാഷ പ്രകടിപ്പിച്ചിരുന്നു. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? This expression means bangles of girl made music when she moved her hand. Identify the expression used by the author to describe the flow of water. A trickle of water came from the hillside. Was the boy really thirsty? What made the boy thirsty? കുട്ടി ശരിക്കും ദാഹിച്ചിരുന്നവനായിരുന്നോ? He was thirsty when he began to drink water. It's more cold and refreshing. It made him more thirsty. Why was the boy sure that he had covered half the way? പകുതി അവൻ ഫുള്ളാക്കി എന്ന് അവൻ തോന്നാനുള്ള കാരണം എന്തുകൊണ്ട്? The woodcutter already told him it would take 3 hours to reach river and he had walked over an hour. The boy unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. That attitude of boy is revealed here. Sharing mentality and kind-heart attitude ആണ് ഇവിടെ റിവീൽ ആയിട്ടുള്ളത്. Have you ever shared your food with the needy? Describe such experience, if any. Yes, I have shared food with my friends and family. കൂട്ടുകാർക്ക് വിശന്നിരിക്കുന്നവർക്ക് ഫുഡ് കൊടുത്തിട്ട് വല്ല അനുഭവം ഉണ്ടെങ്കിൽ അതിവിടെ ഇടാവുന്നതാണ്. Why did the boy feel discouraged? എന്തുകൊണ്ടാണ് കുട്ടിക്ക് മടിയൊക്കെ തോന്നി തുടങ്ങിയത്? A many of loneliness surrounded him when the village boy had gone. The boy found the silence impressive but frightening. Why? കുട്ടി നിശബ്ദത ഭയങ്കര ഇംപ്രസീവായി കണ്ടു, പക്ഷെ പേടിക്കപ്പെടുന്നതായിരുന്നു. എന്തുകൊണ്ട്? He loved nature, so the silence impressed him, but the feel of loneliness filled her with fear. What broke the silence of space? Roaring sound of river changed it. The boy slipped and stumbled, but still he ran. Why? Because he reached very near to river. Identify the words used to describe the water. Painfully cold mountain water, blue and white color, wonderful. The water in this river is clean and bright. Are our rivers the same? If not, why? ഇതിലുള്ള വെള്ളം എന്ന് പറയുന്നത് വൃത്തിയുള്ളതും തിളങ്ങിയതുമാണ്. നമ്മുടെ റിവേഴ്സ് ഇതുപോലെയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? No, our rivers aren't same to this. Now the rivers like this were rare. Others completely filled with waste dumped by people. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.